ഹലോ ഗൈസ്, എല്ലാവരും സുഖമായിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് ഒരു ക്ഷേത്രത്തിലേക്കാണ്. എൻ്റെ ബാക്കിലായിട്ടൊരു ചെറിയൊരു പാറയും അതിൻ്റെ മുകളിലായിട്ടൊരു അമ്പലവും കാണുന്നില്ലേ, അവിടെയാണ് നമ്മളിന്ന് പോകാൻ പോകുന്നത്. ഇത് ഏതാണ് സ്ഥലം, ഇതെവിടെയാണ് എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് വഴിയേ കാണാം. അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മെയിൻ റോഡിൽ നിന്ന് നമ്മളിതാ ഈ വഴി കൂടെയാണ് വരുന്നത്. ഇവിടെ ആയിട്ടാണ് നമ്മുടെ അമ്പലം വരുന്നത്. കണ്ടോ, അമ്പലത്തിൻ്റെ അവിടെ നിന്ന് മുകളിലോട്ട് സ്റ്റെപ്പുണ്ട്. ആ സ്റ്റെപ്പ് വഴി നമ്മൾ മുകളിലേക്ക് കയറി പോകണം. ഇവിടെയാണ് അമ്പലം വരുന്നത്. പിന്നെ എന്തോ വിശേഷമുള്ള ദിവസമാണെന്ന് തോന്നുന്നു. ഒരുപാട് ആളുകളൊക്കെ പോകുന്നത് കണ്ട് നമുക്ക് എന്തായാലും അങ്ങോട്ടൊന്ന് പോയി നോക്കാം. നമുക്ക് നടന്നു തുടങ്ങാം. എത്ര സ്റ്റെപ്പ് ഉണ്ടെന്ന് അറിഞ്ഞുകൂടാ. ഇവിടെ ഫ്രണ്ടിലൊക്കെ ആൾക്കാർ ഇരിപ്പുണ്ട്. നടന്നു കയറാം. ഈ സൈഡിൽ നോക്ക്. ഈ സൈഡിലൊക്കെ ഫോട്ടോ കിട്ടും. അവന്മാര് കിടക്കണ നോക്ക്, സുന്ദരന്മാര്. കുറച്ച് ദൂരേ ഉള്ളല്ലേ. സൈഡിലായിട്ട് ദേവന്മാർ ഇവിടെ നിന്ന് അടി ഉണ്ടാക്കുന്നുണ്ട്. അവരവരെ ജോലി നോക്കിയാണ്. നോക്കി പടി അങ്ങ് കയറാം അല്ലേ. ഇവിടെ ഇങ്ങനെ നീളത്തിനാണ് സ്റ്റെപ്പ് ചെയ്തിരിക്കുന്നത്. നമുക്ക് അതുകൊണ്ട് തന്നെ സൈഡിൽ കൂടെ ഇങ്ങനെ ഒരു സ്ലോപ്പ് പോലെയും ചെയ്തിട്ടുണ്ട്. സ്റ്റെപ്പ് കയറി വരുന്നവർക്ക് അങ്ങനെയും കയറാം, സ്ലോപ്പും കയറാം. അമ്പാ, ചെറിയൊരു പതുക്കെ കയറാം. ഓവറായിട്ട് സ്പീഡിൽ പോയി കഴിഞ്ഞാൽ പാടാണ്. പിന്നെ കുറച്ച് ദൂരം നടന്നിട്ട് നമുക്ക് വെയിലൊക്കെ ആണെങ്കിൽ ഒന്ന് തണലത്ത് നിന്ന് റെസ്റ്റ് എടുക്കാനായിട്ട് ഇതുപോലെ ഷെഡ് ചെയ്തിട്ടുണ്ട്. അത് ശരിയാണല്ലേ. നമ്മളിത് ഇത്രയും ദൂരം മാത്രമേ കയറിയോളെ. ഇതാണ് എൻട്രൻസ്. കണ്ടോ, ഈ എൻട്രൻസിൻ്റെ അവിടെ നിന്ന് രണ്ടാമത്തെ ഷെഡ് കണ്ടോ. ഓരോരുത്തർക്ക് വെയിറ്റ് ചെയ്യാനായിട്ട് റെസ്റ്റ് എടുക്കാനായിട്ട് ഷെഡ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ ഷെഡിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് അപ്പുറ സൈഡിൽ ഒരുപാട് മലനിരകൾ കാണാം. ഇവിടെ ഇങ്ങനെ നമുക്ക് റെസ്റ്റ് എടുക്കാം. നല്ല കാറ്റുമുണ്ട്. ഒരുപാട് ആളുകൾ ഇന്ന് വരുന്നുണ്ട്. ഇന്ന് എന്തൊക്കെയോ പ്രത്യേകതയുണ്ട്. ഇന്നെന്തോ മെയ് 1 ഇവർക്ക് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. അതോ ഇനി വെള്ളിയാഴ്ചയുടെ എന്തോ പ്രത്യേകതയാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ചോദിച്ചു നോക്കാം. ഇവിടെ ആരുടെങ്കിലും ചോദിച്ച് നമുക്കൊന്ന് ക്ലിയർ ആക്കാം. അതുകൊണ്ടായിരിക്കണം ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. ചെറിയ തിരക്കുണ്ട്. ഇരുട്ടി തുടങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ നിൽക്കുകയാണെങ്കിൽ ശരിയാവില്ല. അപ്പോൾ കുറച്ച് ഫാസ്റ്റായിട്ട് നടക്കാം അല്ലേ. എൻ്റെ ബാക്കിൽ നിങ്ങൾ നോക്കുമ്പോൾ അമ്പലം കാണാം. അധികം ഉയരമില്ല കേട്ടോ. അതായത് ഞാനിപ്പോൾ നിൽക്കുന്ന 3ാമത്തെ ഷെഡിലാണ്. 3ാമത്തെ ഷെഡിൽ നിന്ന് ഏകദേശം അടുത്ത് തന്നെയാണ് അമ്പലം വരുന്നത്. കാണിച്ചു തരാമേ, ഒരു മിനിറ്റ്. അതായത് താഴെ നിന്ന് കയറിയ എൻട്രൻസ്, 1ാമത്തെ ഷെഡ്, 2ാമത്തെ ഷെഡ്, ഞാനിപ്പോൾ നിൽക്കുന്നത് 3ാമത്തെ ഷെഡ്. സത്യം പറഞ്ഞാൽ അധികം ആയാസമൊന്നുമില്ല. കയറി പോകാന്നുള്ളതേ ഉള്ളൂ. പിന്നെ എനിക്ക് ആയാസം ഇല്ലെങ്കിൽ കുറച്ച് ആയാസം ഉള്ളതായിട്ടൊക്കെ ഒന്ന് അഭിനയിച്ചാലേ. ഓക്കെ, അപ്പം നമുക്കിനി അടുത്ത സ്റ്റെപ്പ് നടക്കാം. അങ്ങനെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ തൊട്ടടുത്തായി തന്നെ വലിയൊരു മല നമുക്ക് കാണാൻ സാധിക്കും. നമ്മളിപ്പോൾ നടന്നു കയറിക്കൊണ്ടിരിക്കുന്ന ഈ പാറമുകളിനേക്കാളും കുറച്ചുകൂടെ ഉയരം കൂടിയൊരു മലയാണിത്. അതിൻ്റെ ഏറ്റവും മുകളിലേക്ക് നോക്കുമ്പോൾ നമുക്കൊരു വലിയ ശിവലിംഗം കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് അവിടെയും ഒരു അമ്പലം ഉണ്ട് എന്നാണ്. കുറച്ച് ആളുകളൊക്കെ ആ അമ്പലത്തിലേക്ക് നടന്നു കയറുന്നതായി എനിക്കിവിടെ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അമ്പലത്തിന് തൊട്ട് താഴെയായി ഒരു കിണർ പോലെ എന്തൊക്കെയോ കാണുന്നുണ്ട്. ചിലപ്പോൾ അത് വെള്ളം ശേഖരിക്കുന്ന എന്തെങ്കിലും ആവാം, അല്ലെങ്കിൽ അമ്പലത്തിൻ്റെ കുളം അങ്ങനെ ചെയ്തിരിക്കുന്നതും ആവാം. അങ്ങോട്ടേക്ക് പോവാതെ അതെന്താണെന്ന് നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. ഈ 2 മലയിലായിട്ടും ഒരുപാട് ആട്ടിൻകുട്ടികൾ ഇങ്ങനെ മേഞ്ഞു തിരിഞ്ഞ് നടപ്പുണ്ട്. ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ മാത്രമേ ഇതിനിടയിൽ ഒരു 3-4 പട്ടിക്കുട്ടികൾ നിൽക്കുന്നത് നമ്മൾ തിരിച്ചറിയുള്ളൂ. ഒറ്റ നോട്ടത്തിൽ ഇതെല്ലാം ആട്ടിൻകൂട്ടമാണെന്ന് നമുക്ക് തോന്നിപ്പോകും. അങ്ങനെ ഈ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് 4ാമത്തെ ഷെഡ് വരെ ഞാൻ നടന്നു കയറി. ഇനി അങ്ങോട്ട് കുറച്ച് പടികളും കൂടെ നടക്കാനുള്ളൂ. അവസാനത്തത് 5ാമത്തെ ഒരു ഷെഡാണ്. അതൊരു ഗോപുരമായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. 5ാമത്തെ വെയിറ്റിംഗ് ഷെഡിൻ്റെ ഇവിടെ ഭയങ്കര കാറ്റാണ്. ഭയങ്കര ഹൈറ്റ് ഉള്ളൊരു മലയൊന്നുമല്ല. പക്ഷെ ഇവിടെ നിൽക്കുമ്പോഴുണ്ടല്ലോ, ഈ ചുറ്റും കാണുന്നത് കംപ്ലീറ്റ് നമ്മൾ പഠിച്ചിരിക്കുന്ന ഈ മറ്റേ വെസ്റ്റേൺ ഗഡ്സ് നമ്മുടെ കേരളത്തിൽ വെച്ച് തീരും, കന്യാകുമാരിയിൽ വെച്ച് തീരും. പിന്നെ അങ്ങോട്ട് സഹ്യാദ്രിയാണെന്ന് തോന്നുന്നു. സഹ്യാദ്രി കഴിഞ്ഞിട്ടില്ല പിന്നെ ഈസ്റ്റേൺ ഗഡ്സ് ഒക്കെ തുടങ്ങുന്നത്. അപ്പോൾ എന്തോ ഇവിടെ അത്രയും മലനിരകളെ ഉള്ളൂ അല്ലേ. താഴേന്ന് നടന്നു കയറിയപ്പോഴേ എനിക്കൊരു ചെറിയ സംശയം ഉണ്ടായിരുന്നു, ഇന്ന് എന്തോ പ്രത്യേകത ഉള്ള ഒരു ദിവസമാണെന്ന്. കാരണം ഒരുപാട് ആളുകൾ ഇങ്ങനെ നടന്നു വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒരു കൂട്ടം ആൾക്കാർ ഇങ്ങനെ നടന്ന് അമ്പലത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ കൂട്ടത്തോടെ വരുന്ന ആൾക്കാരൊക്കെ മുരുകൻ്റെ ഭക്തിഗാനങ്ങളൊക്കെ പാടിയാണ് അമ്പലത്തിലേക്ക് നടന്നു കയറിക്കൊണ്ടിരുന്നത്.
പിന്നീടാണ് കാര്യം പിടികിട്ടിയത്, പൗർണമി ദിവസങ്ങളിലൊക്കെ മുരുകൻ ക്ഷേത്രത്തിലൊക്കെ പ്രത്യേക പൂജകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് ഒരുപാട് മുരുകൻ ഭക്തന്മാർ ഇങ്ങനെ അമ്പലത്തിലേക്ക് കൂടിക്കൊണ്ടേയിരുന്നത്. മാത്രമല്ല അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങിയ ആളുകളൊക്കെ തിരിച്ചു പോവാതെ അമ്പലത്തിന് ചുറ്റുമുള്ള ഈ പാറയിൽ തന്നെ ഇരുന്ന് അങ്ങ് ദൂരെയുള്ള കാഴ്ചകളൊക്കെ കണ്ടും ഈ കാറ്റിങ്ങനെ ആസ്വദിച്ചും ഒരുപാട് നേരം അങ്ങനെ വിശ്രമിച്ചിരിക്കുകയാണ്. അത് കണ്ടിട്ട് നമുക്കും അങ്ങനെ ഇരിക്കാനായിട്ട് ഭയങ്കര ഒരു ടെൻഡൻസി ആയിരുന്നു. 8 മണിക്ക് മുന്നേ അമ്പലം അങ്ങ് അടച്ചാലോ, അതുകൊണ്ട് ഇവിടെ നിന്ന് കാഴ്ച കണ്ട് സമയം കളയാതെ വേഗം നമുക്ക് മുകളിലേക്ക് കയറി അമ്പലത്തിനകത്ത് കയറി ഒന്ന് തൊഴുത് ഇന്നത്തെ വിശേഷ പൂജ എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു വരാം. ഒരുപാട് കുട്ടികൾ ഇങ്ങനെ നടന്നു കയറി വരുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര ആവേശത്തോടെ പരസ്പരം മത്സരിച്ച് ഓടിച്ചാടി കയറിയൊക്കെയാണ് അവർ വരുന്നത്. അതിനിടയിൽ അപകടമൊന്നും ഉണ്ടാവാതിരിക്കാനായിട്ട് ഈ പടികളുടെ 2 വശത്തായിട്ടും ഫെൻസിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അമ്പലത്തിനകത്തോട്ട് കയറുകയാണ്. അതിനകത്ത് ചിലപ്പോൾ ഫോൺ യൂസ് ചെയ്യാൻ പറ്റൂലായിരിക്കും. അതുകൊണ്ട് ചിലപ്പോൾ എവിടെ വരെ അങ്ങനെ പോകാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ലെഫ്റ്റും പോവാം, റൈറ്റും പോവാം. ഞാൻ ഒരു സൈഡിലൂടെ ഒന്ന് കറങ്ങി വരാം. ഈ കാണുന്നത് അമ്പലത്തിന്റെ ബാക്ക് സൈഡാണ്. അതായത് നമ്മൾ ഈ പടികളെല്ലാം നടന്നു കയറി എത്തുന്നത് അമ്പലത്തിന്റെ ബാക്ക് വശത്തായിട്ടാണ്. ഇവിടെ നിന്നിങ്ങനെ ഒരു വലത്ത് ചുറ്റിയാണ് നമ്മൾ അമ്പലത്തിന്റെ മുന്നിലേക്ക് പോകുന്നത്. അതിനു മുന്നേ ഈ ബാക്ക് വശത്തുള്ള ഈ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. അമ്പലത്തിലേക്ക് കയറുന്നതിന് മുന്നേ എനിക്ക് ഈ ചുറ്റുമുള്ള കാഴ്ചകളെ കാണാനായിട്ട് ഭയങ്കര ആകാംക്ഷയായിരുന്നു. അത്ര ഭംഗിയായിരുന്നു. നല്ല കാറ്റും ദൂരെയുള്ള ആ പച്ചപ്പും ആ പ്രകൃതി ഭംഗിയും ഇതൊക്കെ പ്രത്യേക ഭംഗിയായിരുന്നു. എന്തായാലും അതവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് അമ്പലത്തിന്റെ മുന്നിലേക്ക് നടക്കാം. ഇതാണ് അമ്പലത്തിന്റെ ബാക്ക് സൈഡ്. ഈ ബാക്ക് വശത്തൂടെ അമ്പലത്തിൽ ഒരുപാട് ആളുകൾ കയറുന്നുണ്ട്. നമുക്ക് എന്തായാലും മുന്നിലൂടെ തന്നെ അമ്പലത്തിലേക്ക് കയറാം. മുന്നിലായി ഒരു ചെറിയ ഗേറ്റ് കാണുന്നില്ലേ? ആദ്യം ഞാൻ കരുതിയത് അതുവഴി നടന്നിറങ്ങി നമുക്ക് പാറപ്പുറത്തേക്കൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി പോകാം എന്നാണ്. പക്ഷെ അങ്ങനെയല്ല, അവിടെ ബാത്റൂം ഫെസിലിറ്റീസ് ഒക്കെയാണ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇനി നമുക്ക് മുന്നോട്ട് നടക്കാം. ഈ സൈഡിലായി കാണുന്ന ഒരു ബിൽഡിംഗ് ഇല്ലേ, അതൊരു വലിയ ഓഡിറ്റോറിയം ആണ്. അവിടെ വെച്ചാണ് അമ്പലത്തിലെ ചെറിയ ചെറിയ ഫംഗ്ഷൻസും അന്നദാനവും ഒക്കെ നടക്കുന്നത്. മാത്രമല്ല ഓഫീസും ഇതിനോട് ചേർന്നിട്ടാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഇന്നെന്തോ പ്രത്യേകതയുള്ള ദിവസമാണ്. വൈകുന്നേരം തൊഴാൻ വരുന്ന ആളുകൾക്കൊക്കെ കഴിക്കാനായിട്ട് ഭക്ഷണം കരുതിയിട്ടുണ്ട്. ഇനി മുന്നോട്ട് നടന്നപ്പോൾ ഞാൻ കണ്ട കാഴ്ചയാണ് എന്നെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തിയത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, തൊട്ടടുത്തായിട്ട് മറ്റൊരു മലയുണ്ടെന്നും അതിൻ്റെ മുകളിൽ വേറെ ഒരു അമ്പലം ഉണ്ടെന്നും. അത് നമുക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. ആ ശിവലിംഗമൊക്കെ വളരെ വ്യക്തമായിട്ട് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. മാത്രമല്ല ആ അമ്പലത്തിലേക്ക് ഒരുപാട് ആളുകൾ നടന്നു കയറുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ അമ്പലത്തിലേക്ക് വരുന്ന ആളുകളൊക്കെ തൊഴുതതിന് ശേഷം തൊട്ടടുത്തായി ആ അമ്പലത്തിലേക്കും കയറുന്നതായി ഞാൻ കാണുന്നുണ്ടായിരുന്നു. ഈ 2 മലകൾ നിങ്ങൾ കാണുന്നില്ലേ? ഈ 2 മലകളിലും ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം അവിടെ അമ്പലങ്ങളുണ്ട്. ആ ബാക്കിലായി കാണുന്ന മലയുടെ മുകളിൽ കാണുന്ന അമ്പലമാണ് ആറൽവായ് മൊഴി ക്ഷേത്രം. ഇത് നമ്മുടെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം തരുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ. അതായത് അടുത്തടുത്ത് 4 വലിയ മലകൾ. ഈ 4 മലകളിലും ഓരോ ക്ഷേത്രങ്ങളുണ്ട്. നമുക്ക് പതുക്കെ പതുക്കെ ഓരോ അമ്പലങ്ങളിലായിട്ട് പോവാം. ഈ മലനിരകളൊക്കെ ഇങ്ങനെ പരന്നു കിടക്കുകയാണ്. ഒരു ചിത്രം വരച്ചതുപോലെ കാണാനൊക്കെ നല്ല രസമാണ്. ഇതിനിടയിലൂടെ ചന്ദ്രൻ ഇങ്ങനെ ഉദിച്ചു വരികയാണ്. അതും നല്ല രസമുണ്ടായിരുന്നു. നേരെ അങ്ങനെ ഒരുപാടൊന്നും ഇരുട്ടിയിട്ടില്ല, നല്ല വെളിച്ചമുണ്ട്. എങ്കിലും സമയം 7 മണിയായിട്ടുണ്ടേ. അങ്ങനെ ഇതെല്ലാം കണ്ട് നമ്മൾ നടന്നു കിടന്ന അമ്പലത്തിന്റെ മുന്നിലെത്തി. ഇനി നമ്മൾ അമ്പലത്തിലൊന്ന് തൊഴുതിട്ട് വരാം. അങ്ങനെ അമ്പലത്തിനകത്ത് കയറി തൊഴുതിട്ട് ഞാനിപ്പോൾ പുറത്തിറങ്ങി. ഇനി കുറച്ച് കാര്യങ്ങൾ സമാധാനത്തിൽ പറയാം. ഇത് ഏത് ക്ഷേത്രമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തോവാള ഉണ്ടല്ലോ, തോവാള നമ്മുടെ ഫ്ലവർ മാർക്കറ്റിൻ്റെ തൊട്ടടുത്തായിട്ടുള്ളൊരു മുരുകൻ ക്ഷേത്രമാണ്. തിരുമലൈ അരുൾമിക മുരുകൻ ടെമ്പിൾ തോവാളൈ. അങ്ങനെ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ലൊക്കേഷൻ കിട്ടും. അഥവാ ഇനി വഴി കണ്ടെത്താൻ പാടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തോവാള ഫ്ലവർ മാർക്കറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ അമ്പലം വരുന്നത്. അമ്പലത്തിലെ പാട്ടിട്ടിരിക്കുന്നതുകൊണ്ട് കൃത്യമായിട്ട് കേൾക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിൻ്റെ ബാക്കിൽ കണ്ടോ മൂണാണ്, ചന്ദ്രനാണ്. നേരത്തെ പറഞ്ഞ സൂര്യ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്, അതല്ല മൂണാണ്. നല്ല രസമുണ്ട് ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാനും. ഒരുപാട് ആളുകൾ ഫോട്ടോസ് എടുക്കുന്നുണ്ട്. അമ്പലത്തിനകത്ത് നല്ലപോലെ സമാധാനത്തിൽ തൊഴാൻ പറ്റുന്നുണ്ട്. ഇന്ന് ഏതോ പ്രത്യേകതയുള്ള ദിവസമാണ്. അങ്ങനെ ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. അല്ലെങ്കിൽ ഇവിടെ വെള്ളിയാഴ്ച ആളുകൾ കൂടുതൽ വരുമെന്ന് തോന്നുന്നു. പിന്നെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി വന്നപ്പോൾ അവിടെ ഒരു മണ്ഡപമുണ്ട്. അവിടെ അന്നദാനം നടക്കുകയാണ്. രാത്രിയുള്ള ഫുഡ് അത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ അവിടെ കഴിക്കാനായിട്ട് അവർ ചെല്ലാൻ പറഞ്ഞ്, അങ്ങനെ വിളിച്ചില്ലെങ്കിൽ നമ്മൾ കഴിക്കാൻ പോകും. ഓക്കെ, അപ്പോൾ നമ്മളിനി അങ്ങോട്ട് പോകാം. ഇന്ന് വൈകുന്നേരം അമ്പലത്തിലേക്ക് തൊഴാൻ വന്ന എല്ലാ ആളുകളെയും ഭക്ഷണം കഴിക്കാനായിട്ട് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളും അങ്ങനെ ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ്. കഞ്ഞിയും നല്ല അടിപൊളി എരിശ്ശേരിയുമായിരുന്നു കഴിക്കാനുണ്ടായിരുന്നത്. നമ്മൾ അമ്പലത്തിൽ നിന്ന് തൊഴുതിട്ട് ഇറങ്ങുകയാണേ. 1 മണിക്കൂറോളം നമ്മൾ അവിടെ ഇരുന്ന് ചെറിയൊരു വെയിറ്റിംഗ് ഷെഡ് അവിടെ ചെയ്തിട്ടുണ്ട്. വെയിറ്റിംഗ് ഷെഡൊന്നും ഇല്ല, ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇരിക്കാനായിട്ടൊരു ചെറിയൊരു സീറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ കുറച്ച് നേരം ഇരുന്ന് നല്ല കാറ്റായിരുന്നു. അപ്പം ഞങ്ങൾ ഇറങ്ങുകയാണ്. ഇപ്പോഴും ആൾക്കാർ കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അമ്പലത്തിലേക്ക്. ഇപ്പോഴും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ പ്രത്യേക ദിവസം പൗർണമി ആണെന്ന് തോന്നുന്നല്ലേ? ആണ്.
പൗർണമി ആയതുകൊണ്ടാവാം, ആ വിശേഷമുള്ള ദിവസം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒരുപാട് ആൾക്കാർ വീണ്ടും ഇപ്പോഴും കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇറങ്ങുകയാണ്. ഇതാ കാറ്റൊക്കെ കൊണ്ട് എൻ്റെ മുടിയെല്ലാം പറഞ്ഞു. പക്ഷെ നല്ല രസമുണ്ട് ഇവിടെ ഇരിക്കാനായിട്ട്. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ്. നമ്മൾ വന്നിരിക്കുന്ന ക്ഷേത്രം തോവാളയിലുള്ള അരുൾമിക തിരുമല അരുൾമിക മുരുകൻ ക്ഷേത്രം. ആ ക്ഷേത്രത്തിലാണ് വന്നിരിക്കുന്നത്. നമ്മുടെ തോവാള മാർക്കറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ക്ഷേത്രം വരുന്നത്. ലൊക്കേഷനൊക്കെ കറക്റ്റായിട്ട് കിട്ടും ഗൂഗിൾ മാപ്പിൽ. ഞാൻ പറഞ്ഞതുപോലെ തന്നെ അമ്പലത്തിൻ്റെ പേരൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അതേ കറക്റ്റ് ലൊക്കേഷൻ കിട്ടും. അപ്പോൾ ഇനി ഇവിടെ നിന്ന് നമ്മൾ ഇനി നാളെ രാവിലെ തൊട്ടടുത്തായിട്ട് നമ്മൾ കണ്ട ആ ഒരു അമ്പലത്തിലേക്കാണ് പോകുന്നത്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ള കമൻറ്റുകളെല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ലൈക്ക് ചെയ്യണം, മാക്സിമം ഷെയർ ചെയ്യണം. യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഫേസ്ബുക്കിലാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യണം.